ഹായ് ഹലോ. ഉന്മാദം. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി കിരൺ ദാസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായ ഉന്മാദത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റൈറ്റർ ഷാഹി കബീർ. അപ്പോൾ ഷാഹി കബീർ ഇതിനു മുമ്പ് സംവിധാനം ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ തിരക്കഥ എഴുതിയിട്ടുള്ളതായിട്ടുള്ള സിനിമകളുടെ എഡിറ്ററായിട്ടുള്ള കിരൺ ദാസ്, ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ഉന്മാദം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഡിറ്റ് ചെയ്തിരിക്കുന്നതും കിരൺ ദാസ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എഡിറ്റർ കൂടിയായിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് മാറുകയാണ് കിരൺ ദാസ്. ക്യാമറ ചെയ്തിരിക്കുന്നത് അർജുൻ സേതു, മുജീബ് അജിതാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കുറേ കാസ്റ്റ് ഉണ്ട്. നമ്മുടെ ലിജോ മോള്, സിദ്ദിഖ്, കൃഷ്ണപ്രഭ, ഷാജു, പിന്നെ സുധീഷ്, സാബുമോൻ, അങ്ങനെ കുറേ കാസ്റ്റോട് കൂടി വന്നിട്ടുള്ള ഒരു ഒരു സിനിമയാണ് ഉന്മാദം. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഏഹ്, ഷാഹി കബീറിൻ്റെ സിനിമകൾ അറിയാലോ. പോലീസ് സ്റ്റോറിയാണ്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു. പിന്നീട് സിനിമയിലേക്ക് വന്ന ആളാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും പോലീസ് സ്റ്റേഷനും പോലീസുകാരും അവരുടെ ജീവിതവും കേസന്വേഷണവും അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇതും അതുപോലെ ഒരു സിനിമയാണ്. പക്ഷേ ഇത് വേറിട്ട് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഇതിനു മുമ്പ് ഒരുപാട് പോലീസ് സ്റ്റോറികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്കൊരു ആവർത്തന വിരസത ഉന്മാദത്തിലേക്ക് എത്തുമ്പോൾ വരുന്നില്ല എന്നുള്ളത് ഒരു കിടിലം പോസിറ്റീവായിട്ട് എനിക്ക് ആദ്യമായിട്ട് തോന്നിയതാണ്. ഉന്മാദം ഒരു ഡീസൻറ്റ് വാച്ച് സിനിമയാണ്. ഒരു ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി. അത് കിടിലനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ കിടിലൻ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ കിടിലനായിട്ടുള്ള കുറേ പെർഫോമൻസുകളും. അതിൽ എടുത്ത് പറയേണ്ട പെർഫോമൻസ് കുഞ്ചാക്കോവിൻ്റെ ഒന്നാണ്. പൊള്ളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജേർണി ഉണ്ട്. തുടക്കം മുതൽ അവസാനം വരെയുള്ള എന്താ പറയുക, ഭയങ്കര അഗ്രസീവായിട്ടുള്ള മൊമെന്റ്സ് കാണിക്കുന്നുണ്ട്. നിസ്സഹായാവസ്ഥ കാണിക്കുന്നുണ്ട്. അതെല്ലാം അദ്ദേഹം കിടിലനായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ലിജോ മോളുടെ. ലിജോ മോളുടെ ഉള്ളിലുള്ള ഒരു പെയിനൊക്കെ അവര് എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമ കുറേയും കൂടി ലിജോ മോൾ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഉപയോഗിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് അവര് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഷാജോൻ അതുപോലെ തന്നെ സാബുമോൻ ചെയ്തിട്ടുള്ളവരെല്ലാവരും, സിദ്ദിഖ് ചെറിയൊരു റോളാണ് ചെയ്യുന്നത്. അതും വന്ന സമയത്ത് അദ്ദേഹം കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെർഫോമൻസ് കൊണ്ട് ഒരുപാട് പേര് ഞെട്ടിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഓൾസോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷാഹിദ് കബീറിൻ്റെ ഡീസൻറ്റ് സ്ക്രിപ്റ്റ്. ആ ഡീസൻറ്റ് സ്ക്രിപ്റ്റിൽ പെർഫോം ചെയ്യാനായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് സ്പേസ് കൊടുത്തിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയണം. അത് ഒരുപാട് ഗിമ്മിക്കുകളൊന്നും കാണിക്കാതെ കൃത്യമായിട്ട് സൈലന്റ് ഇടേണ്ട ഇടത്ത് കൃത്യമായിട്ട് സൈലന്റ് ഇട്ടിട്ട് ഗംഭീരമായിട്ട് അദ്ദേഹം ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ക്യാമറയും അർജുൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റ് പിന്നെ കിരൺ ദാസ് അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗംഭീരമായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ. സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പെട്ടെന്ന് കഥയിലേക്ക് ഇന്നാവുന്നില്ല. പക്ഷേ ആ ഒരു ഒരു തുടക്കത്തിലെ കുറച്ച് സ്പേസിൽ കഥാപാത്രങ്ങളെയും അവരുടെ ഒരു ജീവിത സാഹചര്യവും ലൈഫും ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ആ സ്പേസിൽ നിന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള സ്പേസിലേക്ക് കഥയെ കൊണ്ടുപോകുമ്പോൾ ഒരു മിസ്റ്ററി ഫീല് അവിടെ നൽകുന്നുണ്ട്. ആ മിസ്റ്ററി ഫീല് നൽകിയതിന് ശേഷം പിന്നെ പ്രേക്ഷകന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഷാഹി കബീർ. പിന്നെ അവസാനം വരെ ആ ഒരു കഥയിൽ ഇന്നായിട്ട് നമുക്ക് പ്രേക്ഷകന് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാതെ എന്താണ് സംഭവം എന്ന് ക്യൂരിയോസിറ്റിയോട് കൂടി കാണാൻ വേണ്ടി കഴിയുന്ന ഒരു സിനിമ കൂടിയാണ് ഉന്മാദം എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഷാഹി കബീർ എന്ന് പറയുന്ന റൈറ്റർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവുമായി ഒരുപാട് സാമ്യപ്പെടുത്താവുന്ന ഒരു ഒരു ക്യാരക്ടർ കൂടിയാണ് ഇതിലെ നായകൻ്റേത്, കുഞ്ചാക്കോ ബോബൻ്റേത്. കാരണം ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് കുഞ്ചാക്കോ ബോബൻ ചെയ്യുന്ന ക്യാരക്ടർ, ഷെല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹം പോലീസ് ഓഫീസറായിട്ട് ഇരിക്കെ തന്നെ സിനിമയോടുള്ള അതിഭ്രമമായിട്ടുള്ള ഇതുകൊണ്ട് അദ്ദേഹം ഒരുപാട് അവഗണനകളും കളിയാക്കലുകളും ഒക്കെ ഉണ്ടായിട്ടും സിനിമയോടുള്ള പാഷൻ കൊണ്ട് എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഷാഹി കബീറിൻ്റെ ജീവിതവുമായിട്ട് ഭയങ്കര സാമ്യപ്പെടുത്താവുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് നമ്മുടെ കുഞ്ചാക്കോവൻ ചെയ്യുന്ന ഷെല്ലി. പിന്നെ ഈ സിനിമയിൽ കാണിക്കുന്ന അത്രയും സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എനിവേ ആ ക്യാരക്ടറിൻ്റെ ഒരു പോർട്രേറ്റ് പരിപാടി അടിപൊളിയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലിജോ മോള് ഗംഭീര ആർട്ടിസ്റ്റാണ്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് ക്ലൈമാക്സ് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക്
ഈ മിസ്റ്ററി ഫീൽ ഉണ്ടല്ലോ, ഒരു പ്രധാനപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിസ്റ്ററി ഫീല്. അത് ഒരു സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് അത് കൊണ്ടുപോകും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ക്ലൈമാക്സ് കുറച്ചുകൂടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടി ഗംഭീരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നി. അതൊരു ഫീൽ ഗുഡ് ഉണ്ട്. ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് ആ ക്ലൈമാക്സില്. ആ ഏരിയയിലേക്ക് ക്ലൈമാക്സിനോട് അടുക്കെ പിടിച്ച ഒരു 20 മിനിറ്റ്സ് അത് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം അവിടെ ഒരു നെഗറ്റീവ് കൂടിയുണ്ട് എനിക്ക് തോന്നുന്നു. അത് വലിയൊരു നെഗറ്റീവ് ആയിട്ടല്ല. ഇന്റർവെൽ കഴിഞ്ഞതിന് ശേഷം ഈ മിസ്റ്ററി ഫീൽ നിലനിൽക്കുന്ന ഒരു കേസ് ഉണ്ടല്ലോ, അതിന്റെ ചുരുളുകൾ അഴിയാൻ തുടങ്ങുന്ന സമയത്ത് ചെറുതായി ഒന്ന് വലിയുന്നുണ്ട്. അത് കഥയ്ക്ക് അനുയോജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് കട്ട് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു വലിച്ചിലുണ്ട്. അത് ഒരുപാട് ബാധിക്കുന്നില്ല. പക്ഷേ ചെറുതായി ഒന്ന് ബോറടിക്കുന്ന പോലെ തോന്നിയിട്ട് പക്ഷേ ക്ലൈമാക്സിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിച്ചിൽ കഴിഞ്ഞിട്ട് വരുന്ന ക്ലൈമാക്സിന് കുറച്ചും കൂടി ഭംഗിയുണ്ട്. അത് എനിക്ക് ഗംഭീരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു സർപ്രൈസ്, ഒരു ഇമോഷണൽ ഫീൽ ഗുഡ് പരിപാടിയൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇതിൽ പല്ലിക്ക് ഒരുപാട് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ഉന്മാദം എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ പല്ലിയുടെ ഒരു ക്യാരക്ടർ ഒരു 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 സ്കെച്ച് പരിപാടി അവർ കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാവും. അത് ഗംഭീരമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. പല്ലിയുടെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് ഒരു ക്യാരക്ടറിന്. അത് രസമായിട്ടുണ്ട്. അങ്ങനെ കുറേ ഇന്നർ ലെയർ കൂടിയുണ്ട് കേട്ടോ സിനിമയിൽ. അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്ര അങ്ങട് ദഹിക്കാത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ ഷാഹി കബീറിൻ്റെ പോലീസ് ലൈഫിൽ ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മറ്റുള്ള പോലീസുകാരുടെ. കാരണം എന്താ വെച്ചാൽ ഒരു പോലീസ് ലൈഫിൽ ഒരു ആത്മീയത വരുന്നത് എനിക്ക് അത്ര അങ്ങാട് സുഖിച്ചില്ല. പക്ഷെ അത് ഭയങ്കര മുഴച്ചു നിൽക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരു ആത്മീയത സ്വഭാവം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് മുഴച്ചൊന്നും നിൽക്കുന്നില്ല. സിനിമ പോകുന്നത് ഒരു സ്ലോ സ്പേസിലാണ്. ഷാഹി കബീറിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ നോക്കിയാലും അതുപോലെ തന്നെ ഒരു സ്ലോ സ്പേസിലാണ് കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ പെട്ടെന്ന് ഇത്തിരി സ്പീഡായിട്ട് പിന്നെ എൻഡിങ് ഒരു ഒരു നല്ലൊരു എൻഡ് കൊടുത്തിട്ട് നിർത്തുന്ന ഒരു പരിപാടി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റിനെ ഡിമാൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ പൾസ് അറിഞ്ഞിട്ട് വരുന്ന ഡയറക്ടർമാർ ആ ഒരു പരിപാടി പിടിച്ചു പോകുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. അത് തന്നെ കിരൺദാസ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ, ഒരു സ്ലോ സ്പേസിൽ അധികം ഗിമ്മിക്കുകളൊന്നും കാണിക്കാതെ നല്ലൊരു സ്റ്റോറി എങ്ങനെ പറയണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതൊരു കെമിസ്ട്രിയാണ് ഒരു റൈറ്ററും ഡയറക്ടറും തമ്മിലുള്ള. അപ്പോൾ ഇതുവരെയുള്ള ഷാഹി കബീറിൻ്റെ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ആ ഒരു കെമിസ്ട്രി കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉന്മാദം കണ്ടപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഒരു പക്ഷേ എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അയ്യോ അതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ഇതങ്ങനെയാണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വന്നേക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സ് ആണ്. കാരണം അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ബ്യൂട്ടി അതാണ് ആ സിനിമയുടെ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെർഫോമൻസ് കൊണ്ടും ടെക്നിക്കൽ കൊണ്ടും അടിപൊളിയായിട്ട് പോകുന്നൊരു സിനിമയാണ് ഉന്മാദം.